ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചന അച്ചുവിന്റെ റൂമിലേക്ക് വരികയാണ്. അതിരാവിലെ തന്നെ അച്ചുവും രുക്കുവും പെട്ടിയെല്ലാം പാക്ക് ചെയ്യുന്നത് കാണുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടെങ്കിലും യാത്ര പോവുകയാണെന്ന്. അപ്പോൾ അച്ചു പറയുന്നുണ്ട്, അതെ, രുക്കുവിനൊരു ചേഞ്ച് ആവശ്യമാണ്, അതുകൊണ്ട് ഞങ്ങളൊരു യാത്ര പോവുകയാണെന്ന് പറയാണ്. രുക്കു എന്നിട്ട് പറയുന്നുണ്ട്, ഇനി മുതൽ ഞങ്ങൾ ഇവിടെയല്ല താമസം, ഞങ്ങൾ ചന്ദ്രകാന്തത്തിലേക്ക് താമസം മാറുകയാണെന്ന് പറയുമ്പോൾ അർച്ചന ഇത് കേട്ട് ആകെ സങ്കടപ്പെടുന്നുണ്ട്. അർച്ചന എന്നിട്ട് അച്ചുവിനോടും രുക്കുവിനോടും നിങ്ങൾ ഇവിടെ നിന്നും പോവരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരതൊന്നും കേൾക്കുന്നില്ല. അമ്പാട്ടിൽ നിന്നും ഇറങ്ങാൻ തന്നെയാണ് അച്ചുവും രുക്കുവും തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ബാഗെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് അച്ചുവും രുക്കുവും ചന്ദ്രകാന്തത്തിലേക്ക് പോവാനായി പുറത്തേക്ക് വരികയാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് അർച്ചനയും ചിന്നുവും അനന്തനും മുകുന്ദനും വരുന്നുണ്ട്. എല്ലാവരും തന്നെ അവര് പോകുന്നതിൽ വിഷമിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അർച്ചനയാണെങ്കിൽ അച്ചു പോകുന്നത് സഹിക്കാനാവാതെ മനസ്സ് വേദനിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് അങ്ങനെ കരയാണ്. പിന്നീട് അച്ചുവിന്റെ മുന്നിൽ കൈകൂപ്പി അപേക്ഷിക്കുകയാണ് അർച്ചന. അച്ചു, ഞാൻ നിന്നോട് കൈകൂപ്പി അപേക്ഷിക്കുകയാണ്, നീ ഇവളെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവരുതെന്ന് അർച്ചന വളരെ വിഷമത്തോടെ അച്ചുവിനോട് പറയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് അച്ചുവിന് സങ്കടം വരുന്നുണ്ടെങ്കിലും രുക്കു ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ രുക്കുവിന് വേണ്ടി രുക്കു ഇനിയും ഇവിടെ നിന്നാൽ ആത്മഹത്യ ചെയ്യുമോ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് അച്ചു എന്നേക്കുമായി അമ്പാട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ അച്ചുവും രുക്കുവും കൂടി ബാഗെല്ലാം കാറിലേക്ക് വെച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാനായി നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് അനന്തം വന്ന് വീണ്ടും അച്ചുവിനോട് പോവരുത്, നമ്മുടെ ചേച്ചിയെ സങ്കടപ്പെടുത്തിക്കൊണ്ട് നീ ഇവിടെ നിന്നും പോവരുത് എന്ന് പറഞ്ഞ് അച്ചുവിന്റെ കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോവാനായി അനന്തൻ നിൽക്കുമ്പോൾ രുക്കു വന്ന് അച്ചുവിനെ പിടിക്കുകയാണ്. എന്നിട്ട് അനന്തനോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ നിന്ന് പോവാനായി തീരുമാനിച്ചു, ഇനി അതിലൊരു മാറ്റവുമില്ലെന്ന് പറയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ധർമ്മസങ്കടത്തിലാവുന്ന അച്ചു വളരെ വിഷമത്തോടെ അനന്തനോട് പറയുന്നുണ്ട്, എല്ലാവരും കൂടി എന്നിങ്ങനെ കൊല്ലരുത്, എനിക്കും ഇവൾക്കും ഒന്ന് സ്വസ്ഥമായി ഇരിക്കണം, അതിനുവേണ്ടി ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പൊയ്ക്കോട്ടെ, ഞങ്ങളെ ശല്യപ്പെടുത്തരുതെന്ന് അച്ചു അനന്തനോട് പറയുകയാണ്. ഇതെല്ലാം കേട്ട് അനന്തനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് അച്ചുവും രുക്കും കാറിലേക്ക് കയറി എന്നേക്കുമായി അമ്പാട്ട് വീട് ഉപേക്ഷിച്ചു പോവുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.